ബിഫോറും ആഫ്റ്ററും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലറ്റിന മേക്കപ്പ് എന്ത് അടിപൊളിയാണ്. എവിടെ നോക്കിയാലും ലറ്റിന മേക്കപ്പ്. എന്താണ് ലറ്റിന മേക്കപ്പ് എന്ന് അറിയാമോ? അപ്പോൾ ഇനി ഈ മലയാളിയെ നമ്മൾ ഒരു ലാറ്റിൻ ഗേളാക്കി മാറ്റാണ്. സോ ഫസ്റ്റ് എന്തായി ലാറ്റിൻ മേക്കപ്പ് എന്ന് നോക്കാം. ഈ ലാറ്റിൻ മേക്കപ്പ് എന്ന് വെച്ചാൽ സാധാരണ മേക്കപ്പിനെക്കാട്ടിലും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ലാറ്റിന മേക്കപ്പ് ലുക്കിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഹൈലൈറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഐബ്രോസ് ഭയങ്കര തിക്ക് ആയിട്ടുള്ള ഐബ്രോസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഐ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ബോൾഡ് ആയിട്ടുള്ള വിങ് ലൈൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നല്ല ബോൾഡ് ആയിട്ടുള്ള ബോൾഡ് ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഐ മേക്കപ്പ് ലുക്കാണ്. അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ഐഷാഡോസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നല്ല പോലെ കോണ്ടൂർ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലഷും നല്ല രീതിക്ക് നല്ല ബോൾഡ് ആയിട്ടുള്ള ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. മീൻസ് ബോൾഡ് എന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റെഡ് അല്ല യൂസ് ചെയ്യുന്നത്, ഒരു റെഡ് മെറൂൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിപ്സ് എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ലിപ്സ് ആണ്. നല്ല രീതിക്ക് ഔട്ട്ലൈൻ ചെയ്ത് നല്ല എന്താ പറയുക, നമ്മൾ ഈ ഒരു ലിപ്സ് ഇല്ലേ, ഈ നല്ല ഔട്ടർ നല്ല ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ട് ഇന്നർ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളൊരു ബോൾഡ് ലിപ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒരു എയർപോർട്ട് ലുക്ക്, അതുപോലെ തന്നെ നമ്മളൊരു ഈവനിങ് ഫംഗ്ഷൻ ഒക്കെ പോവുകയാണെങ്കിൽ ഈ ലാറ്റിന മേക്കപ്പ് സൂപ്പർവായിരിക്കും. അതുപോലെ തന്നെ ഒരു ക്ലാസി ലുക്ക് കൂടിയാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ ഫേസിൽ ഒന്നും തന്നെ ഇട്ടിട്ടില്ല, ഒരു സ്കിൻ കെയർ ബേസിക് സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു ഐസ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ റബ് ചെയ്ത് ഫേസ് നല്ല പ്ലംബി ആക്കി വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ലറ്റിന മേക്കപ്പിന് ഏറ്റവും കൂടുതൽ വരുന്നത് ഹൈലൈറ്റിംഗ് ആണ്. നമ്മുടെ നോസ് ഹൈലൈറ്റ് ചെയ്യും, ചീക്ക് ബോൺസ് ഹൈലൈറ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ലിപ്സ് നല്ലപോലെ ഫില്ലർ ആക്കി എടുക്കും. പിന്നെ ഒരുപാട് ഐലാഷസ് യൂസ് ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ഈ കണ്ണ് ഒരുപാട് എഴുതത്തില്ല, ജസ്റ്റ് ഒരു വിങ് ലൈനർ, ബട്ട് ഒരു ബോൾഡ് ലുക്ക് ആയിരിക്കും. സോ ഫസ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യാണ്. സോ ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് പ്രൈമർ അപ്ലൈ ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പ്രൈമർ പ്ലസ് ഹൈലൈറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പ്രൈമറാണ്, സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമർ പ്ലസ് ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ആ ഗ്ലോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സൈഡ് എന്ത് മാത്രം ഗ്ലോ ആണ് ഈ സൈഡിനെ കാട്ടിലും. സോ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആണ് കെ ബ്യൂട്ടിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ ഷെയ്ഡ് 1255 മീഡിയം. സോ നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തിക്കായിട്ട് വേണം ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ബ്ലൂ ഹെവന്റെ ഈ ഒരു ഐബ്രോ പെൻസിലാണ്. സോ അപ്പോൾ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നല്ല തിക്കായിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്തത്. ഐ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ഐഷാഡോസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാനപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്ത് ഒരു ന്യൂഡ് ഐഷാഡോ യൂസ് ചെയ്തു. ന്യൂഡ് ഐഷാഡോ യൂസ് ചെയ്തതിന് ശേഷം ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കും. സോ അവിടെ വെച്ച് നമ്മുടെ ഐഷാഡോയുടെ പരിപാടി. മാക്കിന്റെ ഈ ഒരു ന്യൂഡാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിത് കൈ കൊണ്ട് തന്നെ യൂസ് ചെയ്യാണ്, ബ്രഷ് യൂസ് ചെയ്യില്ല. സോ ഇപ്പൊ നമുക്ക് ഐസ് ഒന്ന് സെറ്റായി, നമ്മുടെ ആ ഡാർക്ക് സർക്കിൾസും എല്ലാം ഒന്ന് ഹൈഡ് ആയി. നമ്മൾ ബ്രൗൺ ഐ ഷാഡോ ആഡ് ചെയ്തു. ഇത് ജസ്റ്റ് നമ്മുടെ ഐസ് ഒന്ന് ഡിഫൈൻ ചെയ്തെടുക്കാൻ മാത്രമാണ് ഇന്ന് ആഡ് ചെയ്തത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെപ്പാണ് നമ്മൾ മസ്കാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് ലാഷസ് ഉണ്ടാക്കാൻ പോവാണ് മസ്കാര ആഡ് ചെയ്ത്. ഞാൻ അതിനുവേണ്ടി യൂസ് ചെയ്തേക്കുന്നത് ടു ഫേസിന്റെ ഈ ഒരു മസ്കാരയാണ്. നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഈ ഒരു കണ്ണിന്റെയും ഈ ഒരു കണ്ണിന്റെയും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ വിങ് വരയ്ക്കാനായിട്ട് പോവാണ്. കുറച്ച് കട്ടിയേറിയ ഒരു പാർട്ടാണ്, ബട്ട് നമ്മളത് സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രോൺസർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിറയെ ബ്രോൺസറും നിറയെ ബ്ലഷുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ബ്ലഷ് ആഡ് ചെയ്യും. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഹസ്ബിന്റെ ഈ ഒരു ബ്ലഷ് ആണ്. അടിപൊളി ബ്ലഷ് ആണ്, ഒരു മെറൂൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്.
പിന്നെ ചീക്ക് ബോൺസ് ഹൈലൈറ്റ്. ഈ ലാറ്റിന മേക്കപ്പ് ഉണ്ട്, ഒരു ലാറ്റിന മേക്കപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഫേസ് സ്ട്രക്ചറാണ്. നമ്മുടെ പോലെ ചബ്ബി ചീക്സ് അല്ല അവർ യൂസ് ചെയ്യുന്നത്. അവർ യൂസ് ചെയ്യുന്നത് നല്ല ലിഫ്റ്റഡ് ആയിട്ടുള്ള ചീക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ അതിന് വേണ്ടിയാണ് ഈ ബ്രോൺസർ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ബ്രോൺസർ യൂസ് ചെയ്ത് നമ്മുടെ ചബ്ബി ചീക്സിനെ നമ്മളൊന്ന് കുറയ്ക്കാൻ പോകുക. നോസിൻ്റെ അവിടെ ഒന്ന് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഹൈലൈറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നോസ് നല്ല സ്ട്രെയിറ്റ് ആക്കി ഒന്ന് കൊടുക്കും. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ലിപ്സിലോട്ട് വന്നാൽ ലിപ്സിൽ എന്ന് പറയുന്നത് ഭയങ്കര ഫില്ലറി ആയിട്ടുള്ള ലിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ലിപ് ലൈനറാണ്. ഒരു ഡാർക്ക് ലിപ് ലൈനർ യൂസ് ചെയ്ത് നല്ലപോലെ ലിപ്സ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കുഞ്ഞു ട്രിക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ലിപ്പിലെ പിഗ്മെന്റേഷൻ അറിയാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. സോ ലറ്റിന മേക്കപ്പിന് ഈ ഒരു മെസ്സി ഹെയർ എന്നുള്ള ഒരു സ്ലിക്ക് ഹെയർ ആണ്. സോ ഞാൻ സ്ലിക്ക് ഹെയർ ചെയ്തിട്ട് കാണാം. സോ ദിസ് ഈസ് അവർ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ലറ്റിന മേക്കപ്പ് ഇത്രയും പ്രോഡക്ട്സ് ഒന്നും ഇല്ലാതെ ബട്ട് ഈ ഒരു ലുക്ക് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യും. കാരണം വിങ് ലൈനർ നമുക്ക് എല്ലാവർക്കും സ്യൂട്ടബിൾ ആവും. അതുപോലെ തന്നെ മസ്കാര ഒരുപാട് ഇട്ടിട്ട് ഒരു വിങ് ലൈനർ ഇടുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.